ആൻ്റണി ഒരിക്കലും ഇത് ചെയ്യുന്നതല്ല. ആൻ്റണി സ്വമാനസാലെ അങ്ങനെ ഒരു പരിപാടി സുരേഷ് കുമാറിനെതിരെ ആൻ്റണി പറയത്തില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ്. ആൻ്റണിയെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ച പുറകെ നിൽക്കുന്ന ആൾ മുമ്പിൽ വന്ന് പറ, അതിനൊരു അന്തസ്സില്ല. എന്തിനാണ് ഈ ആൻ്റണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും ലാലുമായിട്ട് വെറുതെ ഫോണിൽ ഒരു സംസാരമാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ. ഇപ്പോൾ 200 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ ഉണ്ട് 100 കോടി 200 കോടി എവിടെ വരാനുണ്ട്? പ്രതിഫലം കൂടുതൽ, നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ, അവരുടെ കൂടെ വരുന്ന ആളുകൾ കൂടുതൽ, എല്ലാ കാര്യത്തിനും അതായത് അവർ ഡിക്റ്റേറ്റ് ചെയ്യും, നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇതുവരായിട്ട് 6000-നടുത്ത് സിനിമകളാണ് അതിൽ രക്ഷപ്പെട്ടിട്ടുള്ള 27 പ്രൊഡ്യൂസേഴ്സ് ആണോ? പലരും എത്ര പേര് വീട് വിറ്റവരും, നമുക്ക് അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ കാലി ഒന്ന് വിളിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോകുന്നത്. നമ്മളെവിടെ വിൽക്കാനാണ്? ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും, അല്ലാതെ ആയിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യത്തിന് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറയത്തുള്ളൂ. നമസ്കാരം. മലയാള സിനിമയിൽ വലിയൊരു കൊടുങ്കാറ്റ് ഇപ്പോൾ ആഞ്ഞു വീശിയിരിക്കുന്നു. സിനിമയുടെ നിർമ്മാതാക്കൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിർമ്മാതാക്കൾ, താരങ്ങളും തമ്മിലുള്ള ഭിന്നതയായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രമുഖനായ, ഏറ്റവും പണ്ട് മുതലേ ഉള്ള നിർമ്മാതാവായ ജി സുരേഷ് കുമാർ നിർമ്മാതാക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു പത്രസമ്മേളനവും തുടർന്ന് നടത്തിയ അഭിപ്രായ ഭിന്നതകളുമാണ് ഈ തർക്കത്തിന് കാരണം. നമ്മുടെ ഇന്നത്തെ അതിഥി സിനിമാ ലോകത്തെക്കുറിച്ച്, സ്വന്തം അനുഭവത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ വിവാദത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത് ജി സുരേഷ് കുമാർ. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൻ്റെ പത്രസമ്മേളനത്തോടെയാണ് തോന്നുന്നത് അല്ലേ വിവാദം ആരംഭിക്കുന്നത്? പത്രസമ്മേളനം നടത്തുകയും ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഈ സിനിമാ നിർമ്മാണ മേഖലയുടെ പ്രതിസന്ധികളെ, സിനിമാ താരങ്ങളുടെ ഇടപെടൽ, ഇതൊക്കെ പറയാനുള്ള പ്രചോദനം എന്താണ്? അങ്ങനെ സാഹചര്യം? അതായത് നമ്മളിപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് പറയാനും ഒക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു അസോസിയേഷൻ്റെ ഇതിലൊരു ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ എനിക്കങ്ങനെ ചുമ്മാ ഒരു പ്രസ്ഥാനം ഇറക്കാൻ ഒക്കില്ല. അതായത് ഞങ്ങൾ നേരത്തെ ഇത് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്തതാണ്. ശരിക്കും ഇങ്ങനെ എല്ലാവരും അവരുടെ അഭിപ്രായം നമുക്ക് നിർത്തി വെക്കാം എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾ തീരുമാനമൊന്നും എടുത്തില്ല. ഇത് എല്ലാവരുടെയും അഭിപ്രായം അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എന്താണ് പ്രശ്നം നിർത്തി വെക്കാം എന്ന് പറയാൻ കാരണം കോസ്റ്റ് കണ്ടമാനം കൂടുന്നു. ഒന്ന്, നമുക്ക് കോസ്റ്റ് താങ്ങാൻ പറ്റുന്നില്ല, അതനുസരിച്ച് കച്ചവടം നടക്കുന്നില്ല. പടത്തിന് എന്തെങ്കിലും പണ്ടൊക്കെ നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നു. ഈ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ OTTക്ക് വലിയൊരു പ്രസക്തി ഉണ്ടാകുന്ന വെച്ചാൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഇപ്പോഴും ആളുകൾക്ക് അത് വലിയ താല്പര്യമാണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അന്ന് നല്ല വില കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം എല്ലാവരും എന്ത് പറ്റി, ഇല്ലാത്തവരെല്ലാവരും പ്രൊഡക്ഷൻ തുടങ്ങി, OTTയുടെ ഇതും കണ്ടുകൊണ്ട് പ്രൊഡക്ഷൻ തുടങ്ങി, കുറേ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കോവിഡിന് ശേഷം ഇത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2022-23 ആയപ്പോഴത്തേക്ക് ഇവർ പതുക്കെ ചവിട്ടി തുടങ്ങി. എന്തുപറ്റി? അവർക്ക് ലാഭം കുറഞ്ഞു കാണും. അവർക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടി ഒരു ഇതിലെത്തിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അവർ പിന്നെ പടങ്ങൾ വാങ്ങിക്കുന്നത് കുറഞ്ഞു വന്ന് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് അവർ വില കുറച്ച് കളഞ്ഞു. കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കോസ്റ്റും കൂടുന്നു, വിലയും കിട്ടുന്നില്ല, എല്ലാവരും നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോഴെല്ലാവരും പറഞ്ഞു, പിന്നെ കോസ്റ്റ് കൂടാൻ കാര്യമെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 60 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട പടം അങ്ങ് പോവുകയാണ്. 100 ദിവസം ഒരു പടത്തിനായിട്ട് ഒരു 72 സീനോ കാര്യങ്ങളോ കാണത്തുള്ളൂ, 80 സീനോ ഉണ്ടാകത്തുള്ളൂ. ഒരു ദിവസം ഒരു സീനെങ്കിലും എടുത്താൽ നമുക്ക് 70 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് സോങ് കാര്യങ്ങൾ ഫൈറ്റൊക്കെ വരും. പക്ഷേ എന്നാലും നമ്മൾ ശരിക്കും പണ്ടൊക്കെ നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ഷൂട്ടിങ് തുടങ്ങി ഒരു സീൻ തീർത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും അതങ്ങനെയാണ് ശീലിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളൊക്കെ വരാൻ ലേറ്റായി, സമയം എടുക്കും, 11 മണിയൊക്കെ ആവും, പിന്നെ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സമയം, ഒരു സീൻ തീർക്കാതെ വരാറുണ്ട് ഒരു ദിവസം. ചില സമയത്തൊക്കെ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും ദിവസം എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പടം ചെയ്യുമ്പോൾ നമ്മളത് വളരെ ഇതായിട്ട് നോക്കി, ആ ഡയറക്ടർ നമ്മളോട് വളരെ ഇതായിട്ട് കൂടെ നിന്ന് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഇതൊന്നുമില്ലായിരുന്നു. ഒരു ആവറേജ് സിനിമ ശരിക്കും ഒരു 60 ദിവസം കൊണ്ട് തീർക്കാമോ വേണമെന്ന് വെച്ചാൽ? അതിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇപ്പം വലിയൊരു സിനിമ വരികയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 100 ദിവസം വേണ്ടി വരും. പക്ഷേ ഈ 100 ദിവസം എന്ന് പറയുന്നത് നമ്മൾ അത് വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നോക്കി നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് പോയാൽ ചിലപ്പോൾ 80 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ആ പ്ലാനിങ് നമുക്ക് പലപ്പോഴും പറ്റാറില്ല. പണ്ട് അങ്ങയുടെ സിനിമ അങ്ങ് നിർമ്മാതാവായിരുന്നു. നമ്മളന്ന് 35 ദിവസം കൊണ്ട് ഒരു പടം തീർക്കും. 35 ദിവസം കൊണ്ട് പടം തീർക്കും.
അപ്പൊ എങ്ങനെ അതിൻ്റെ രാവിലെ കോസ്റ്റ് ഒന്നും ഇപ്പം നമുക്ക് ഇത് ചെയ്യാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ 35 ദിവസം മതി ഒരു സിനിമ തീർക്കാനായിട്ട്. അപ്പം രാവിലെ അങ്ങ് തുടങ്ങും. അതെ, രാവിലെ തുടങ്ങും. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ ഒരു 9 മണിക്ക് മുമ്പ് നമ്മൾ പാക്കപ്പ് ചെയ്യും. അത് എല്ലാവരും പോയി കിടന്ന് വീണ്ടും എല്ലാവരും രാവിലെ വരും, ഫ്രഷ് ആയിട്ട് വന്ന് ഒരു അപ്പം 2-2.5 സീനൊക്കെ എടുക്കും ഒരു ദിവസം, 2-3 സീൻ. അത് ചില സമയത്ത് കൂടുതലും എടുക്കാം, അത് പറ്റും. അങ്ങനത്തെ ഡയറക്ടേഴ്സായിരുന്നു അന്നുള്ള പോലെ ഇന്ന് പടം എടുക്കാനൊക്കില്ല. പടം എടുപ്പിൻ്റെ രീതി മാറി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറി, ടെക്നിക്കലായിട്ടുള്ള എല്ലാം മാറിയില്ലേ. അപ്പം കുറച്ച് കൂടുതൽ സമയം, ഇപ്പം ഏറ്റവും വലിയ നമ്മൾ ഒരു മോണിറ്ററുണ്ട്, മോണിറ്ററിൽ നോക്കി നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അന്ന് ഒറ്റ കാര്യമുള്ളൂ, ഈ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയുള്ളൊരു കാൽക്കുലേഷനിൽ ക്യാമറാമാൻ പറയുന്ന അനുസരിച്ച് ഡയറക്ടർ അത് ഓക്കെയാണോ, ക്യാമറാമാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് കാണുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ സമയം കുറേ നമുക്ക് പോകും. എല്ലാവരുടെ അഭിപ്രായം പരിഗണിച്ച് പിന്നെ ഒന്നും കൂടെ എടുത്ത് ഒന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ വളരെ ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇല്ലയെന്നല്ല നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ പക്ഷേ അതനുസരിച്ച് ഡേറ്റ് കൂടുമ്പോഴത്തേക്ക് നഷ്ടം വരുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ അതനുസരിച്ച് താരങ്ങളുടെ സഹകരണത്തിന് മാറ്റം വന്നിട്ടുണ്ട്. 100% മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സൗകര്യം അനുസരിച്ച് വരും, പോവും. അപ്പോൾ ചിലരൊക്കെ ഇപ്പം പഴയ ആൾക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് വരാറുണ്ട്, ചെയ്യാറുണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും ചില ആൾക്കാരൊക്കെ വളരെ, ഞാൻ എല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല, നമുക്ക് ഇതെല്ലാവരും ഇതിൻ്റെ കുഴപ്പക്കാരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നുവെച്ചാൽ ഒത്തിരി പേര് കൃത്യമായിട്ട് സമയത്ത് വന്ന് ചെയ്യും. മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് അവർ പൂർണ്ണമായും സഹകരിക്കുന്നതാണ്. 100% അവരൊക്കെ എത്രയോ കൊല്ലമായി ഇവിടെ നിൽക്കുന്നു. എത്ര 46-5 കൊല്ലമായില്ലേ ഇവരെല്ലാം വന്നിട്ട്. അപ്പോൾ അവരൊരു ഡെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ളവർക്ക് ഡെഡിക്കേഷൻ ഇല്ലെന്നല്ല പറയുന്നത്, അവർക്ക് വേറെ രീതിയിലാണ്. ഇപ്പോഴത്തെ തലമുറയുടെ ഒരു മാറ്റമായിരിക്കാം, അതായിരിക്കാം ചിലപ്പോൾ പ്രശ്നം. പക്ഷേ എന്നിരുന്നാലും അവർ മനസ്സിലാക്കേണ്ട, ഒരു പ്രൊഡ്യൂസർ കാശ് ഇറക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിലെ അടുപ്പെരിയൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയത് നന്നായിരിക്കും. ഇതാണ് പണ്ട് എല്ലാവരും പറയുന്നത്. ഷീലാമ്മയും ഭാരതി ചേച്ചിയും സുമാരി ചേച്ചിയും ഒക്കെ പറയുന്നതാണ്, നമ്മുടെ വീട്ടിൽ അടുപ്പെരിയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ പൈസ തന്നാലേ നമ്മുടെ വീട്ടിലെ അടുപ്പെരിയൂ എന്നുള്ളതാണ് അവർ പറഞ്ഞു തന്നെയാണ് എൻ്റെ അടുത്ത്, ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറ്റിയെന്നു വെച്ചാൽ പല പടങ്ങളും ഭയങ്കരമായ രീതിയിൽ കളക്ഷനും ഒക്കെ ഡ്രോപ്പായി. ഇത് ഞങ്ങൾ 2-3 കൊല്ലമായി ഞങ്ങളുടെ മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത് അവസാനം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം 176 പടമാണ് നഷ്ടത്തിലേക്ക് പോയത്. 24 പടമാണ് ഓടിയത്. 176 പടം നഷ്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട്, ഇതുപോലെ യൂട്യൂബ് ചാനൽ, വെള്ളിത്തിര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ കളക്ഷനും കാര്യങ്ങളും വെളിവിടാമെന്ന്. ഇതുവരെ ആരും കളക്ഷൻ കണ്ടിട്ടില്ല. അതെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആര് പറഞ്ഞാലും സമ്മതിക്കില്ല, അത് അത്ര കളക്ട് ചെയ്ത് ഇത്ര കളക്ട് ചെയ്ത്. ഡയറക്ടർമാരും പറയും, ഏതെങ്കിലും ഒരു പൊട്ടിയ പടത്തിൻ്റെ ഡയറക്ടർ ചോദിച്ചാൽ അത് അത്രയും കളക്ട് ചെയ്ത് പ്രൊഡ്യൂസർ ചുമ്മാ പറയാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് വെളിവിടാം, നമ്മുടെ കണക്ക് ഇവരെ എതിർക്കത്തില്ലേ, അപ്പോൾ ഇവരുടെ തള്ളു നിന്ന് പോകത്തില്ലേ? അതൊക്കെ അതാണല്ലോ ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ ഒരു കണക്കുകൾ വെളിവിടുക, ഈ 100 കോടി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോസ്റ്റർ അടിച്ചിറക്കുക, 100 കോടി ക്ലബ് എന്നൊക്കെ. അത് ശരിക്കും 100 കോടി എല്ലാവർക്കും മനസ്സിലായി. നമ്മളിത് പറഞ്ഞ് 100 കോടി ക്ലബ്ബ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ തള്ളിക്കഴിയുമ്പോൾ ഇത് ആർക്കാണ് മെച്ചമുണ്ടാകുക? പ്രൊഡ്യൂസറിനൊരു മെച്ചമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ടിസ്റ്റും ഇവർ 3 പേരും കൂടെ ഇന്ന് തീരുമാനിച്ചിട്ട്, ശരി ലാഭം വന്നാൽ നിങ്ങളെടുത്തോ, നഷ്ടം വന്നാൽ നിങ്ങൾ കുറയ്ക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ? ഇത് എല്ലാം അതോ 1-2 അന്നത്തെ പഴയ പോലെ ലക്ഷങ്ങളല്ല നഷ്ടം വരുന്ന കോടികളാണ് നഷ്ടം വരുന്നത്. ഇപ്പോൾ ഒരു 8-10 കോടി ഇല്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റൂല. അപ്പോൾ പലരും പുതിയതായിട്ട് വരുന്നവർക്കൊന്നും അറിഞ്ഞൂടാ. ഇത് ഞങ്ങളൊരു ഒരു അവയർനെസ്സും കൂടാണ്. പുതിയ ആൾക്കാർ പലരും ഇത് അറിഞ്ഞുകൂടാതാണ് ഇവിടെ വന്ന് ചാടുന്നത്. അപ്പം കുറച്ച് മുടക്കിയാൽ മതി, ബാക്കി ഇപ്പോൾ അത് വിൽക്കും, ഇത് വിൽക്കുന്നു. ഇവിടെ ഒന്നും വിൽക്കുന്നില്ല. അതാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് OTT കിട്ടും, മറ്റേ സാറ്റലൈറ്റ് പോകും. പേപ്പർ വ്യൂ എന്നും പറഞ്ഞ് ഇപ്പം കുറേ അവരെടുക്കുന്നുണ്ട്. അതായത് ചെറിയ പടങ്ങൾ കൊടുത്താൽ, അതായത് 8 രൂപയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് പേപ്പർ വ്യൂവിന്. ആമസോണൊക്കെ 8 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അത് 4 രൂപയാക്കി. അതായത് കാണുന്നതനുസരിച്ച് പൈസ തരും, കാണുന്നതനുസരിച്ച് 4 രൂപയാക്കി. അപ്പോൾ എന്ത് കിട്ടാനാ? ഒരാൾ കണ്ടാൽ ഒരാൾ 2 മണിക്കൂറുള്ള ഒരു ഇത് കണ്ടാൽ 8 രൂപയായിരുന്നു, അതിപ്പോൾ 4 രൂപയാക്കി. അപ്പോൾ പിന്നെ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? ഇതൊന്നുമില്ലാതെ തിയേറ്റർ കളക്ഷൻ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാനൊക്കില്ല. അല്ലെങ്കിൽ അങ്ങനൊരു നല്ല ഹിറ്റ് പടമായിരിക്കണം. അപ്പോൾ ഹിറ്റ് പടം വരുമ്പോഴത്തേക്ക് തിയേറ്റർ കളക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടും. കോസ്റ്റ് കുറച്ചാലേ നടക്കൂ. ഇപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്ന പടം കോസ്റ്റ് കുറച്ച് അവർ ചെയ്തുകൊണ്ടാണ് അവർക്ക് തിയേറ്റർ കളക്ഷൻ വന്നപ്പോൾ തന്നെ ലാഭമായി. ഇനി അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനിയും പൈസ കിട്ടും. അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ലാഭത്തുള്ള സിനിമ അതാണോ? ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ ലാഭമുള്ള സിനിമ. പിന്നെ പൊന്മാൻ ഇറങ്ങി,
അതും അതും തരക്കേട് കളക്ഷൻ കുറവാന്ന് തോന്നുന്നല്ലേ? കളക്ഷൻ ഫസ്റ്റ് കുറച്ചെങ്ങാണ്ടാണെങ്കിലും ആ പടവും ഒരു ബ്രേക്ക് ചെയ്യാനായി പോകുന്ന ഒരു പടമാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു കഥ ഞാൻ കണ്ടു, നല്ല പടമാണ്, ചെറിയ കഥ, നല്ല പടം. പക്ഷെ എന്നിട്ട് അത് വിജയിച്ച, കാരണം നല്ലതാണ്, പക്ഷെ കുറച്ച് സംഭവമുള്ളൂ, ഒരുപാട് നാടകീയതയൊന്നുമില്ല. അപ്പോൾ അത് എല്ലാം കൂടെ എടുത്തു വരുമ്പോഴത്തേക്ക് അതും കുഴപ്പമില്ലാതെ വരും. അതിൻ്റെ സാറ്റലൈറ്റും ഒക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അതിനും ഈ OTT വിറ്റ് വരുമ്പോഴത്തേക്ക് അതിനും എന്തെങ്കിലും പ്രോഫിറ്റ് വരികയാണ്. ഈ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ പടവും അങ്ങനെ തന്നെ ആയിരുന്നു. അത് കണ്ടില്ല. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. അപ്പം അത് ഞങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ജാനുവരി 28-ാം തീയതിയാണ് ആ പടങ്ങൾ കണ്ട് റിലീസ്. അത് 3 ദിവസത്തെ കളക്ഷൻ കണ്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് അടുത്ത ഇതിൽ വരും. അവർക്ക് ആ പടവും ഉണ്ട്, കുഴപ്പമില്ലാതെ പോകും 2 പടങ്ങളും. ബാക്കി എല്ലാ പടവും പോയില്ലേ. അല്ല, ഇപ്പോൾ 200 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ ഉണ്ട് 100 കോടി 200 കോടി എവിടെ വരാനാണ്? മലയാള സിനിമയിൽ വലിയ സിനിമകൾക്ക് ഏകദേശം എത്ര വരെ എത്തും ഈ മൊത്തം കളക്ഷൻ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഒരു വലിയൊരു പടം ഇപ്പം കളക്ട് ചെയ്താൽ ഇപ്പം ഇവർ പറയുന്ന 100 കോടി പടം, 100 കോടി എന്ന് പറയുന്ന പടത്തിന് കളക്ഷൻ വരുന്ന തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് 30 കോടിയെ നമ്മുടെ കയ്യിൽ കിട്ടും വരത്തുള്ളൂ. ആ പടം വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് എത്ര നോക്കണം. ആ കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് കോസ്റ്റ് മുഴുവൻ നമ്മുടെ ആണല്ലോ അല്ലേ? അപ്പം 100 കോടി ആയാലും നമുക്ക് അതിൽ 25 കോടി രൂപ കോസ്റ്റ് ആയാലും അവിടെ ഒരു 5 കോടി നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പോയിട്ട് നമുക്ക് എന്തെങ്കിലും OTT ഇപ്പോൾ വരുന്ന മാക്സിമം എമൗണ്ട് ഇത്രേ വരത്തുള്ളൂ, 15-20 അതിനടുപ്പിച്ചൊന്നും പോകുന്നില്ല. അതിൻ്റെ മുകളിൽ അങ്ങനെ ഹിറ്റാവുന്നതിനെ വരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ എല്ലാ പടത്തിനും കിട്ടുന്നില്ല. വലിയ താരങ്ങളുടെ പടം ഹിറ്റായാലും അത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് അതൊരു നല്ല എമൗണ്ട് കിട്ടും. അത് വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യാനൊക്കെ മിക്കവാറും അത് വരുന്നത് ചുരുക്കം ചില പടങ്ങൾക്കല്ലേ വരും. അപ്പം ആരും ചുമ്മാ കിടന്ന് കരയുന്നില്ല. ഞാനിവിടെ ഈ 174 പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. 174 പേരാണോ നിങ്ങളുടെ അസോസിയേഷൻ? അല്ല, ഞങ്ങളുടെ 320 പേര്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ 174 പൊട്ടിപ്പോയ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഹൃദയവേദന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും എത്ര പേര് വീട് വിറ്റവരും, നമുക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ കാലി ഒന്ന് വിളിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് തന്നത്. നമ്മളെവിടെ വിൽക്കാനാണ്? ഇവിടെ വിൽക്കാൻ പറ്റുന്നു? ഈ സിനിമയിലേക്ക് പണം മുടക്കി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നശിച്ചു പോയവരുണ്ടോ? ഒരുപാട് പൊളിഞ്ഞു പോയവർ? അതായത് നമ്മുടെ സിനിമ ഇതിൻ്റെ കണക്കനുസരിച്ച്, നമ്മുടെ ചേംബറിലെ കണക്കനുസരിച്ച് ഇതുവരെ സിനിമ തുടങ്ങി, മലയാള സിനിമ തുടങ്ങിയിട്ട് ഇപ്പം 2028 100 വർഷമാവുകയാണ്. 2028 സിനിമ 28-ലാണ് നമ്മൾ സിനിമ തുടങ്ങിയത്. 48 കഴിഞ്ഞിട്ടാണ് സിനിമ 1-2 പടമേ അതിൻ്റെ അകത്ത് ഇറങ്ങി, ബാലൻ ഇങ്ങനത്തെ പടങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് 6000-നടുപ്പിച്ച് സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ രക്ഷപ്പെട്ടിട്ടുള്ള 27 പ്രൊഡ്യൂസേഴ്സ് ആണോ? 27 പ്രൊഡ്യൂസർമാരാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ഒന്ന് കാണിച്ചു തരാം നമുക്ക്. ശരി. അത് ഞാൻ അങ്ങയുടെ ഒരു അഭിമുഖത്തിൽ കണ്ടു, ബെൻസൊക്കെ ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ ഒരു വിറക് വരെ താമസിക്കും. ആരുടെ പേര് പറയാൻ പ്രയാസമില്ല, ഞാൻ പറയത്തില്ല. ആ കഥ എന്ത് പറഞ്ഞു? ആളാരെന്ന് പറയണ്ട. ഒരു പടം എടുത്തു, ആരൊക്കെ വന്നപ്പോൾ കാശുള്ള ആളായിരുന്നോ? കാശുള്ള ആളായിരുന്നു. അങ്ങനെ എത്ര ബെൻസിൻ്റെ കഥ നമുക്ക് പറയാനൊക്കെ. എത്രയോ പേരിങ്ങനെ പോയിട്ടുണ്ട്. പടം പോയി, പൈസ പോയി, പിന്നെ ഇവരാരും അങ്ങോട്ട് വരത്തേയില്ല. എന്ന് വെച്ചാൽ അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ വെറുത്തു പോയത്. അപ്പം പറഞ്ഞ് അങ്ങനത്തെ 1-2 ആള് പറയണ്ട, 1-2 അറിയാവുന്ന. പത്തനംതിട്ടയുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അതിലും ആത്മഹത്യ ചെയ്യാൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആളുടെ പറഞ്ഞ് ഇപ്പോഴൊന്നും ചെയ്യരുത്, അങ്ങനൊന്നും ഒരു സിനിമ എടുത്താലും ഒരു സിനിമയോ 2-3 പടം എടുത്തു. ചെറിയ പടങ്ങളെല്ലാം പോയി. അപ്പം അയാൾ എന്താ ലാഭം കിട്ടുമെന്ന് തന്നെ ഓർത്ത് വന്ന് ഓരോരുത്തർ പറഞ്ഞു കൊണ്ടുവരുമല്ലോ. ഇത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടുന്ന് എന്തോ നമ്മൾ കിളച്ചെടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരാദ്യം കേൾക്കില്ല. അപ്പോൾ ഇന്ന് എന്നെ കാണാനായിട്ടൊരു പ്രൊഡ്യൂസർ വന്നത്, ഇത് ഒപ്പിട്ട് കൊടുക്കണം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ്, എന്തിനാണ് മോനെ ഇപ്പം ചെയ്യാൻ പോകുന്നത്, എത്ര 3 കോടി രൂപ എങ്ങാണ്ട് ബഡ്ജറ്റ്, അത് പുതുമുകൾ വെച്ച് 3 കോടി ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ഇതാവും, 3 കോടി എന്തായാലും തീരത്തില്ല. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം സാർ. പറഞ്ഞു ഒന്നും കൂടെ സാറിനെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞത് ഞാൻ ഇനിയും പറയില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തത്. ഞാൻ എൻ്റെ അകത്ത് സംഗതികളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും വന്ന് നമ്മളടുത്ത്, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിൽ അപ്പുറത്തെ തട്ടുകടയിൽ പോയി നമ്മൾ ചോദിക്കണം എത്ര ദോശ, എത്ര ഓംലെറ്റ്. ഇതാരും ചോദിക്കില്ല. നമ്മളൊക്കെ എവിടെ ഇരിക്കും എന്നാ വന്ന് ചോദിക്കേണ്ട സാർ, ഇത് വല്ലതും കിട്ടുമോന്നെങ്കിലും ചോദിക്കണം. ആരും ചോദിക്കില്ല. എല്ലാവരും കമ്മിറ്റ് ചെയ്തിട്ട് കുറേ 50 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് വരുന്നത്. അപ്പം നിർത്തിയാലും ലാഭമാണ്. അത് നിർത്തൂല. അത് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കത്തുമില്ല.
എനിക്ക് രണ്ടനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു ലണ്ടനിലുള്ളൊരു സുഹൃത്ത് അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ബിസിനസ്സുകാരൊന്നുമില്ല, ടാക്സി ഡ്രൈവറായിരുന്നു. അവൻ്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചാരാണ് നിർബന്ധിച്ച് അവരുടെ കഥ പറഞ്ഞ് നാട്ടിൽ വന്നുവിട്ട് അവൻ ഏതാണ്ട് 2 കോടി രൂപ ഒരു പടം ഇറക്കാൻ തീരുമാനിച്ചു. ആ പടം ഇറങ്ങിയപ്പോൾ 3 കോടി രൂപകളായി. അവൻ്റെ വീടും വിറ്റ് വണ്ടിയും വിറ്റ് സകലം എടുത്തു. എന്നിട്ട് ആ സിനിമ 5 വട്ടം തിയേറ്ററിൽ ഇറങ്ങി. ഇതെല്ലാം പറ്റിയിട്ടാണല്ലോ. പ്രൊമോഷൻ ആകുമ്പോൾ 25 ലക്ഷം, അവസാനം ഈ തിയേറ്ററിൽ എല്ലാം മേടിച്ചു അവസാനം സിനിമ 2 ദിവസം 5 വട്ടം തിയേറ്ററിൽ ഇറങ്ങി പോയി. പുള്ളി മറ്റേ ഭാര്യയായിട്ട് ചെറിയ ഭിന്നതയായി. പിന്നെ നാട്ടിൽ വന്ന് താമസിച്ചു, മരിച്ചും പോയി ഇടയ്ക്കാലത്ത്. ഇങ്ങനെ എത്രയോ പേരുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട്. ഇത് ആരെങ്കിലും കേൾക്കണ്ടേ? ഇതിപ്പം മാത്രമല്ല, നമ്മളിപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ നേരത്ത് പബ്ലിസിറ്റിയും പ്രിൻറ്റും മാത്രമല്ല, ടിക്കറ്റും കൂടെ വാങ്ങിക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ആളെ കയറ്റണം, ആളെ കാണിക്കാൻ. അയ്യോ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ബുക്ക് മൈ ഷോ അതിൽ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ആളെ കാണിക്കും. എന്നിട്ട് 15-20 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന 4 പേരല്ലെങ്കിൽ ചിലപ്പോൾ ആരും വരില്ല. ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം ഫ്രീ കഴിഞ്ഞാണ്, ഫുള്ളായിരിക്കും, ആരും വരത്തില്ല തിയേറ്ററിൽ ചില സമയത്ത്. എന്തൊരു ആ രീതിയിലേക്ക് നമ്മൾ പോകാന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ബാധ്യത അത് ഏതോ ഒരു പ്രൊഡ്യൂസർ 1 കോടി രൂപയുടെ ടിക്കറ്റ് എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനും കേട്ടു ആദ്യത്തെ ദിവസങ്ങളിൽ. പക്ഷെ അത് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു അതുകൊണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെ എടുത്ത് രക്ഷപ്പെട്ടു. അതൊക്കെ വളരെ ചുരുക്കം ചില പടങ്ങളെ കാണും അങ്ങനെ വന്നിട്ട്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് വിളിച്ച് പറയുമ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അസോസിയേഷനിൽ എല്ലാവരും കൂടെ ആലോചിച്ച്, മറ്റ് അസോസിയേഷനൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പത്രപ്രവർത്തകരുടെ അടുത്ത് പറയാനായിട്ട് മെയിനായിട്ട് ഞാനിരുന്നു. എൻ്റെ അപ്പുറത്ത് എല്ലാ ആൾക്കാരും ഇരിപ്പുണ്ടായിരുന്നു. എക്സിബിറ്റേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഫെഫ്കയിലെ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞാനും അവരും കൂടി ഇരുന്നാണ് പത്രസമ്മേളനം നടത്തിയത്. ഇപ്പം എല്ലാവരും നമ്മുടെ അടുത്താണ് പറയുന്നത്. സുരേഷ് കുമാർ സ്വന്തമായിട്ട് അങ്ങ് പറയുന്നത്. എനിക്കങ്ങനെ പറയാൻ ഒക്കും. ഒരു അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ട് അവരാരും പരസ്യമായിട്ട് പിന്തുണയായിട്ട് വന്നിട്ടില്ലല്ലോ പലരും. ഏത് ഈ പറയുന്ന ആൾക്കാർ അല്ല അവർ പറയാനുള്ള പറയാം. ഇപ്പം ഞാൻ പറയാനുള്ള എനിക്ക് പറയാം. എനിക്കിപ്പോൾ പിന്തുണ വരുമോ ഇല്ലയെന്ന് ഞാൻ പിന്നിലോട്ട് നോക്കിയിട്ടല്ല. ഞാൻ ഒരു കാര്യത്തിന് മുമ്പോട്ടിറങ്ങിയാൽ മുമ്പോട്ട് തന്നെയാണ്. അതിനി അതിൻ്റെ അവസാനം കണ്ടിട്ടേ നമ്മൾ നിൽക്കത്തുള്ളൂ. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും, അല്ലാതെ ആയിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യത്തിന് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. ഇതുവരെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ അങ്ങ് പറഞ്ഞ ആ പ്രതിസന്ധിയുടെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കി. അതായത് നിർമ്മാതാവ് നേരിടുന്ന പ്രതിസന്ധികൾ ഒന്നുകൂടെ ഇപ്പം പറഞ്ഞ കൂടാതെ ഈ ഒരു വിശദാംശം ഒന്നുകൂടെ പറഞ്ഞു എന്തൊക്കെ. അതായത് പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന്, പണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 5 പൈസ കിട്ടത്തില്ല. 5 പൈസ കിട്ടൂല, ഓടിക്കഴിഞ്ഞാലേ കിട്ടും. പിന്നെ ഫൈനാൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫൈനാൻസ് എന്ന് പറയുന്നത് 4% പലിശക്കാണ് ഈ പടം എടുക്കുന്നത്. മാസം പലിശ. അതായത് 40-80 1 ലക്ഷം രൂപയ്ക്ക് 1 കോടി രൂപയ്ക്ക് 4 ലക്ഷം രൂപയാണ് പലിശ മാസം. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പടം റിലീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ OTT വല്ലതും വിറ്റിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പൈസ തരുന്ന 6 മാസം 8 മാസം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസ് എടുത്ത് ഈ പടമൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ട് റിലീസിങ് സമയത്തിന് മുമ്പ് ഫൈനാൻസറെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ വേറെ എങ്ങനെയെങ്കിലും അയാളെ സെറ്റിൽ ചെയ്യാനായിട്ട് വേറെ എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തണം. എന്നിട്ട് ഇത് 6 മാസമായിട്ട് കൊടുക്കണം. കൊടുത്തു തീരുമ്പോഴത്തേക്ക് വീണ്ടും പലിശ കൂടും. ഓക്കെ. അപ്പോൾ പിന്നെ പ്രിൻ്റ് പബ്ലിസിറ്റി വലിയ രീതിയിൽ. ഇപ്പം ശരിക്കും നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ പടം നമുക്കൊരു 40 തിയേറ്ററിൽ 35 തിയേറ്ററിൽ ചെയ്താൽ മതി. ഇവിടെ എല്ലാവരും വന്നിട്ട് 100 തിയേറ്ററിൽ അങ്ങ് ചെയ്യുകയാണ്. 100 തിയേറ്റർ ചെയ്യുന്ന ആൾ വേണ്ടേ കാണാനായിട്ട്? ആളില്ല. അപ്പോൾ അത് വേറൊരു നഷ്ടം. ഈ പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സിനിമ പൊളിഞ്ഞു പോയത് അങ്ങനെ തോന്നുന്നു. നല്ല പടമായിരുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല അത് പൊടിയല്ല. അതിന് പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. അത് എപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വലിയ തിയേറ്ററിൽ ഒത്തിരി അങ്ങനത്തെ പടങ്ങൾ ചെറിയ തിയേറ്ററിൽ ഇട്ടിട്ട് മാക്സിമം അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് വേണം പിന്നെ അങ്ങോട്ട് തിയേറ്ററിലോട്ട് പോകാനായിട്ട്. അല്ലാതെ ഈ 100 തിയേറ്ററിലും 70 തിയേറ്ററിലും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആളുകൾ സ്കാറ്റേർഡായി പോകും. ഒന്ന് ആൾ കയറി വരുമ്പോൾ വേണം അത് ബൂസ്റ്റ് ചെയ്ത് വിടാനായിട്ട് ആ പടം. പല പടങ്ങളും ഇപ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഡേ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ആൾ കാണില്ല. മാറ്റിനി കഴിഞ്ഞ് സെക്കൻഡ് ഷോ ആകുമ്പോഴത്തേക്ക് പതുക്കെ ആൾ കയറി തുടങ്ങും. അപ്പോൾ അറിയാം നമുക്ക് പടത്തിന് അഭിപ്രായം ഉണ്ടെന്ന്. പടത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തേർഡ് ഡേ കഴിയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് പോകും സിനിമ. അതുകൊണ്ടായിരിക്കും ഈ ശനിയാഴ്ച എന്നുള്ള വെള്ളി ഇപ്പം വ്യാഴമായി മാറുന്നത്. പലപ്പോഴും വീക്കെൻഡ് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് അങ്ങനെ മാറ്റി റിലീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എല്ലാ നഷ്ടവും പ്രൊഡ്യൂസർ സഹിക്കുക.
അപ്പോൾ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നത് ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ചില നടന്മാരൊക്കെ ഓവർസീസും കൂടെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ ഓവർസീസ് റൈറ്റ് ആ പ്രൊഡ്യൂസറിന് കിട്ടിയാൽ എന്തുമാത്രം ലാഭം, നഷ്ടം കുറയ്ക്കാൻ, ലാഭം കിട്ടില്ല, മൊത്തം കിട്ടുമല്ലേ ആ കാശ്, ലാഭം കിട്ടൂല, നഷ്ടമെങ്കിലും കുറയ്ക്കാൻ പറ്റും. അതെ, അല്ല ആ ഓവർസീസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാശ് മൊത്തം കിട്ടേണ്ടതാ, അതല്ലേ, ഒരാളങ്ങ് തന്ന് മേടിച്ചും പോവല്ലേ. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഓവർസീസ് മാർക്കറ്റ് ഇപ്പം വലുതാ വലിയ. അല്ല, UK എനിക്ക് അറിയാവുന്ന മാർക്കറ്റാണ്. പണ്ട് ലണ്ടനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ ഒരു പ്രജീഷ് എന്നൊക്കെ പറഞ്ഞ കുറെ പിള്ളേരായിരുന്നു ആദ്യം കൊണ്ടുപോയിട്ട്, അവരായിരുന്നു കൊണ്ടുവരുന്നത്. അതും അന്ന് സിനിമ റിലീസ് ചെയ്യുമ്പം അവിടെ എവിടെയൊക്കെ വരും. ഇന്നിപ്പം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഗുരുവായൂരമ്പലം നടയും മാർക്കോയൊക്കെ ഞാൻ കണ്ടത്, ഞാൻ UK-യിലായിരുന്നു. അപ്പം ടെൽഫോർഡ് എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണിലാണ്. അവിടെ അധികം മലയാളികളൊന്നുമില്ല. ഞാൻ ചുമ്മാ സിനിമ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ തിയേറ്റർ എടുത്ത് നോക്കിയപ്പോൾ ഇത് മാർക്കോ, ഞാൻ ഇത് ഇത് തന്നെയാണോ നോക്കി. ഇംഗ്ലീഷ് ടൈറ്റിൽ അവിടുത്തെ ഇംഗ്ലീഷുകാർ തിയേറ്ററിൽ ഓടുന്നൊരു സിനിമ. ഞാൻ 2 സിനിമ ഞാൻ പോയി. ടെൽഫോർഡ് എന്ന് പറഞ്ഞ് ബർമിംഗ്ഹാമിൽ നിന്നൊരു 10-60 മൈൽ അപ്പുറയുള്ള ഒരു ചെറിയ ടൗൺ, അവിടെ പോലും ഈ സിനിമ ഓടുന്നുണ്ട് ഇപ്പോൾ. എല്ലായിടത്തും തിയേറ്ററിൽ മലയാളം പടങ്ങൾ. പണ്ട് ബർമിംഗ്ഹാമിലോ ലണ്ടനിൽ പോകണമായിരുന്നു അല്ല. അപ്പൊ അത്രയും സിനിമകൾ അവിടെ വന്നിട്ടും അതാണ് ഇവർക്ക് കിട്ടാതെ പോകുന്നത്. ഇത് ഫുൾ അങ്ങ് പോവുക. അപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചു. ഇപ്പം അവർ ശമ്പളം വാങ്ങിച്ചോട്ട്, ശമ്പളത്തിൻ്റെ പുറത്തുകൂടെ ഇതിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് വാങ്ങിക്കട്ടെ, പ്രോഫിറ്റ് വാങ്ങിക്കും. പ്രോഫിറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അവർ പ്രോഫിറ്റ് വാങ്ങിക്കുന്ന നഷ്ടവും കൂടെ അവർ സഹിക്കും. അത് ചെയ്യത്തില്ല, അതില്ല. പ്രോഫിറ്റ് അവർക്കും നഷ്ടം പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു രീതി അത് ശരിയല്ല. അതേ നമ്മൾ പറയുന്നുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയുന്നത്. നമ്മൾ ഒരു എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് ഒരു എന്താണ് കൂട്ടുത്തരവാദിത്വം നമ്മൾ പറയില്ല. അതാണ് ഇത് ഒരു സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഇത് കൊണ്ടുവരുന്ന കാശ് മുഴുവൻ പ്രൊഡ്യൂസർ മുടക്കി അവൻ തെണ്ടിയാൽ അവൻ വെളിയിൽ കുത്തുവാള എടുത്ത് പൊക്കോട്ടെന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. ഈ വലിയ നഷ്ടം വരുമ്പം സിനിമാ താരങ്ങൾ അവർ മേടിച്ച് പ്രതിഫലം തിരിച്ചിരുന്ന ഫ്രണ്ട് ഇവിടെ ഉണ്ടോ? എവിടെ ഇല്ല. രജനീകാന്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതുവരെ കേട്ടില്ല. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പടത്തിന് ഈ വർഷം ഇറങ്ങിയ ഒരു പടം മോശമായപ്പോൾ ടൊവിനോ പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പടം ചെയ്തു തരാം. അതൊരു വലിയ ഗസ്റ്ററാണ്, നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ ആൾക്കാർ നടക്കാറില്ല, പൊതുവെ നടക്കാറില്ല. ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. രജനീകാന്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതെ, നസീർ സാറൊക്കെ ചെയ്യുമായിരുന്നു, രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത് ഇങ്ങനൊരു പടം വന്നപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ ഒരു തുടക്കമാവട്ടെ. പുള്ളി പറഞ്ഞത് ശരി, ഞാനത് വേണ്ടിയിട്ടൊരു ഇത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ചെയ്തു കൊടുക്കണം, എന്നാലും ഒരാളെ നിലനിർത്തിക്കൊണ്ട് പോകാനും. ഞാൻ പിന്നെ ഈ താരങ്ങളുടെ ഭാഗത്ത് എന്താണ് ഇപ്പോൾ കുഴപ്പങ്ങൾ? ഇപ്പം താരങ്ങളും നിർമ്മാതാക്കളും തമ്മിൽ പ്രശ്നമായി മാറിയല്ലോ. ഇപ്പം പലരും പ്രതിഷേധിച്ചിട്ട് നമ്മൾ ഈ കുഴപ്പം എന്ന് പറയുന്ന ഒരു സംഭവമില്ല, നമ്മളുള്ള കാര്യം പറഞ്ഞു. എന്താണ് അവരുടെ ഭാഗത്ത് കണ്ട ഒരു ഏത് ഈ സിനിമാ താരങ്ങൾ ഇതിനെ ഈ കോസ്റ്റ് കൂടാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രതിഫലം കൂടുതൽ, നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ, അവരുടെ കൂടെ വരുന്ന ആളുകൾ കൂടുതൽ, എല്ലാ കാര്യത്തിലും അതായത് അവർ ഡിക്റ്റേറ്റ് ചെയ്യും, നമ്മൾ മിണ്ടായിരിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ. പണ്ട് പ്രൊഡ്യൂസറിനൊരു വോയിസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ പറയും നമ്മൾ കേൾക്കുക എന്നുള്ളത്. അതെന്താണ്, ഒരാൾ പൈസ മുടക്കിയിട്ട് അവർ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ പഴം എടുത്ത് പടത്തിൻ്റെ കാശും പോയി കഴിഞ്ഞാൽ സലാം പറഞ്ഞിട്ട് പോകുന്ന പരിപാടി ശരിയാവില്ലല്ലോ. അപ്പം ഇവർ നമ്മളെ തരാതെ വരും, നമ്മൾ അങ്ങനെ പറയുന്നു, അങ്ങനെ നമുക്ക് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ഇവർ എന്നാ നിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നഷ്ടമാണ് പ്രൊഡ്യൂസർ. ഇപ്പം എൻ്റെ അടുത്ത് വല്ലതും പറയാം എനിക്ക് അഭിനയിക്കേണ്ട, നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കുന്നില്ല, എനിക്കതൊരു വിഷയമല്ല. ബാക്കിയുള്ളവർ ആരുടെ പടം അഭിനയിച്ചാലും ഇപ്പം അവർ സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. എപ്പോഴാണ് പടം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി? OTT-ൽ നല്ല കച്ചവടം വന്നപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തോ? മോഹൻലാലും ഉണ്ട്, ദിലീപും ഉണ്ടായിരുന്നു, വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ അവർക്ക് ആർക്കും അന്ന് താല്പര്യമില്ലായിരുന്നു. ഇപ്പം നല്ലൊരു ഇത് വന്നു, ഒരു ചാകര വന്നപ്പം എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം ആ പടം അവരുടെ പ്രൊഡക്ഷൻ നിൽക്കും, യാതൊരു സംശയമില്ല. എന്ന് വെച്ചാൽ കോസ്റ്റ് കുറച്ച് പടം ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ OTT-യുടെ കച്ചവടം ഒന്നും നടക്കാതെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി അത് നിൽക്കും. ഈ അങ്ങ് പറഞ്ഞതായി ഒരു അവർ പറയുന്നില്ല, ഈ സിനിമാ താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ കാണിക്കത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ അവർ മാത്രം സിനിമ എടുത്ത് ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവരില്ലേ. അങ്ങനെ ഒരു തീരുമാനമാണ് പറഞ്ഞത്. അത് പറഞ്ഞത് നമ്മുടെ എക്സിബിറ്റേഴ്സ് ആൾക്കാർ, അവരാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അവർ. ഞങ്ങൾ ഉണ്ടെങ്കിൽ എക്സിബിറ്റേഴ്സ് ഉണ്ടെങ്കിൽ തിയേറ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാനൊക്കും. രണ്ടും പരസ്പരം. അപ്പം അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അപ്പം അത് വലിയ പ്രശ്നമാകാം. അല്ല, അതായിക്കോട്ടെ, അത് വരട്ടെ. എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്ന് വെച്ചാൽ ഈ ഇതുവരെയും ആരും, അതായത് ഇപ്പം നമുക്ക്
അമ്മയായിട്ടോ ഒന്നും നമുക്കൊരു വിഷയമല്ല. അമ്മയായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. അമ്മയ്ക്കകത്ത് 2024 ഒക്ടോബറിൽ നമ്മളൊരു ലെറ്റർ കൊടുത്തിരുന്നു അമ്മയ്ക്ക്, ഇങ്ങനെയാണ് സംഭവം എന്നും പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ അന്ന് അവരുടെ മറുപടി എന്തെന്ന് വെച്ചാൽ ഞങ്ങളാരും ഇല്ല, ഇപ്പം അമ്മയില്ല, അമ്മ കമ്മിറ്റി ഇല്ല, അതുകൊണ്ട് കമ്മിറ്റി വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ എന്ത് നമ്മൾ ഈ പ്രതിഫലം കുറയ്ക്കുന്നതായിട്ട്. അതെ. അപ്പം അവർ മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഈ മീറ്റിങ്ങിൽ അവരെ വിളിച്ചില്ല. ഈ മീറ്റിങ്ങിൽ കാരണം അവർക്ക് ഭാരവാഹികളില്ലാത്തതുകൊണ്ട് വിളിച്ചില്ല. വിളിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അമ്മയുടെ അഭാവത്തിലാണ് നമ്മൾ തീരുമാനം എടുത്തത്. പക്ഷേ ഞങ്ങൾ ലെറ്റർ നേരത്തെ കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് വരാൻ സാധിക്കില്ല, അവരുടെ ആളില്ലാത്തതുകൊണ്ട് അവർ വന്നില്ല. വരാത്തതുകൊണ്ട് നമ്മൾ വിളിച്ചില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ടും അന്ന് കാര്യമില്ല, അവരങ്ങനെ ലെറ്റർ തന്നുകൊണ്ട് നമ്മൾ വിളിച്ചില്ല. അപ്പം നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, നിങ്ങൾ ജൂൺ 1 സമരം നടത്തും. അതെ. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പം എൻ്റർടൈൻമെൻറ്റ് ടാക്സ് 8% എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അതിൻ്റെ പുറത്ത് GST ഉണ്ട്. ഈ 8% ടാക്സിൻ്റെ പുറത്ത് GST ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതും കൂടെ മാറ്റിക്കളഞ്ഞു. അതും കൂടെ കയറി വന്നപ്പോഴത്തേക്ക് തലയിൽ ഇടുത്തി വീണ പോലെ ആയില്ലേ പ്രൊഡ്യൂസേഴ്സിൻ്റെ. അപ്പോൾ അതും കൂടെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിലീഫ് ഉണ്ടാകുമായിരുന്നു കളക്ഷനിലും കാര്യങ്ങളിലും ഒക്കെ. അതുമില്ല, ഒന്നുമില്ല. ഗവൺമെൻറ് ഒരു സഹായം ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമരം നിങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് പോകുന്നു. എല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ ഇത് മാത്രമല്ല, താരങ്ങളുടെ റെമ്യൂണറേഷൻ മാത്രമല്ല, എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഇലക്ട്രിസിറ്റി ചാർജ് ഭയങ്കരമായിട്ട് കൂടുന്നു. ശരിക്കും ഒരു 10-720 തിയേറ്ററേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ താരിഫ് കൊടുക്കാം. ഇവർക്ക് ഓരോ തിയേറ്ററുകാരും സർവൈവ് ചെയ്യാൻ കിടന്ന് ബുദ്ധിമുട്ടാണ്. പലരും ഇപ്പോൾ പൂട്ടിപ്പോകും. ഒരുപാട് തിയേറ്റർ പൂട്ടുന്നുണ്ട്. അത് തന്നെ. ഇത് ഇങ്ങനൊരു കൂട്ടായ തീരുമാനം എടുത്ത് അങ്ങത് പറഞ്ഞിട്ടും അങ്ങയുടെ ഒരു വ്യക്തിപരമായ തീരുമാനം വ്യാഖ്യാനിക്കപ്പെടുന്നു. ആന്റണി പെരുമ്പാവൂരൊക്കെ രംഗത്തിറങ്ങിയല്ലോ. എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ആന്റണി എങ്ങനെ ഇത് പറഞ്ഞു എന്നുള്ളതാണ്. ആന്റണിയെ ഈ മീറ്റിങ്ങിന് വിളിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങേർക്ക് വരാനൊക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇത് പുള്ളി ഇതിൽ കണ്ടില്ലേ എന്തോ, നമ്മൾ TV-യിൽ ഇതെല്ലാം വന്നിരുന്നു. അപ്പോഴൊന്നും മിണ്ടിയില്ല. അത് പുള്ളി മിണ്ടിയില്ല. എനിക്ക് ഒറ്റ കാര്യം ഷുവറാണ്, ആന്റണി ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല. ആന്റണിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത് പറ്റത്തില്ല. ആന്റണി അങ്ങനെ ഒരു ആളല്ല. എനിക്ക് ആന്റണി എത്രയോ കൊല്ലം മുതൽ അറിയാം. അപ്പോൾ ആന്റണി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ആന്റണിയുടെ പിന്നിൽ നിന്ന് ആരോ ആന്റണി മുന്നിൽ നിന്ന്. ആന്റണിയുടെ ആ കുറിപ്പ് വായിക്കുമ്പോഴും അറിയാം ഒരാശയക്കുഴപ്പം മൊത്തത്തിലുണ്ട്. ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി ഇങ്ങനെ പോയിരിക്കും. അതിന് ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ വായിച്ചു പോയെന്നുള്ളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ ആന്റണി ഒരിക്കലും ഇത് ചെയ്യുന്നതല്ല. ആന്റണി സ്വമാനസാലെ അങ്ങനെ ഒരു പരിപാടി സുരേഷ് കുമാറിനെതിരെ ആന്റണി പറയത്തില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ആന്റണിയെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ പുറകെ നിൽക്കുന്ന ആൾ മുമ്പിൽ വന്ന് പറ, അതിനൊരു അന്തസ്സില്ലേ? എന്തിനാണ് ഈ ആന്റണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ആന്റണിയോട് സംസാരിച്ചു അതിനുശേഷം ഞാൻ വിളിച്ചിരുന്നു. ഇല്ല, ഞാൻ വിളിക്കുന്നുണ്ട്. ആന്റണിയോട് വിളിച്ചു? ഇല്ല, ആന്റണി വിളിച്ചില്ല. അതിനുശേഷം വിളിച്ചിട്ടില്ല. ആൻഡോ ജോസഫ് മിണ്ടിയിട്ടേ ഇല്ലല്ലോ. ആൻഡോയുടെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതെ. ആൻഡോ അല്ല, എനിക്കറിയില്ല ആൻഡോയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ഇന്ന് രാവിലെ എന്നെ 2-3 പ്രാവശ്യം വിളിച്ചത്, ഞാൻ തിരിച്ച് വിളിച്ചില്ല, ഇനിയും വിളിക്കണം. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് ആൻഡോ ആണല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് പലർക്കും ഇവിടുത്തെ താരങ്ങളെ ഭയമുണ്ട്. ചില മുൻനിര നിർമ്മാതാക്കൾക്ക് പേടിയുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇവരെ ആരും പേടിയില്ല. അല്ല, അങ്ങിപ്പോൾ സിനിമ അധികം നിർമ്മിക്കുന്നില്ല, അതുകൊണ്ടാന്ന് പറയുന്നവരോട്. അല്ലെന്ന്, ഞാനിപ്പോൾ നിർമ്മിച്ചല്ലോ വാശി എന്ന് പറഞ്ഞ സിനിമ. ഇനിയും ഞാൻ നിർമ്മിക്കും. എനിക്ക് തോന്നുമ്പോൾ എല്ലാം നിർമ്മിക്കാൻ നോക്കും. അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ നിർമ്മിക്കാതിരിക്കുമല്ലോ. അല്ലെങ്കിൽ മാസം ഇത്ര പടം, അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര പടം നിർമ്മിച്ചോളം ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ നല്ല സബ്ജക്റ്റ് കിട്ടി, നല്ല ഇത് വന്നാലും ഞാൻ നിർമ്മിക്കും. അല്ലാതെ ഞാൻ കാശ് കളയാനായിട്ട് ഞാൻ നിൽക്കില്ല. അതിനിയും എന്നെ കിട്ടൂല എന്നല്ല, ഞാൻ ചെയ്യില്ല. അപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആരെങ്കിലും പറയണ്ടേ? എല്ലാവർക്കും ഇത് പറയാൻ ഒക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭയപ്പാടോടുകൂടി നിൽക്കുന്ന വല്ലതുണ്ട്. അയ്യോ അവിടെ ഇവനെന്ന് പറഞ്ഞല്ലേ, ഇവൻ വേണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു ഇതുമില്ല. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അതിപ്പോൾ ആരുടെ മുഖത്ത് നോക്കി പറയാനും എനിക്കൊരു ഭയവുമില്ല. ഈ വിവാദങ്ങൾക്കിടയിൽ ലാല് വിളിച്ചെന്നും അങ്ങ് എടുത്തില്ലെന്നൊരു പറച്ചിലുണ്ടല്ലോ. അത് ഞാൻ എടുക്കാതിരുന്നത് വേറെ ഒന്നുമല്ല. ലാല് സിംഗപ്പൂരിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും ലാലുമായിട്ട് വെറുതെ ഫോണിൽ ഒരു സംസാരമാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ. നിങ്ങൾ നല്ല സൗഹൃദം ഇന്നും സൗഹൃദമാണ്. എനിക്ക് അവനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ
എടാ പോടാന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ സൗഹൃദ കുറവൊന്നുമില്ല. പക്ഷേ ലാലിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ചെന്ന് ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലാൽ ചൂടാവും, വിളിച്ചിട്ട് നീനൊക്കെ എന്ന് പറയാം. അപ്പോൾ ഞാനും എന്തെങ്കിലും പറയും. എന്തിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. തന്നെ തണുത്തോളും. അത് പിന്നെ പൊക്കോട്ടെ. ഇനിയും കാണുമ്പോൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാനും അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം വിളിച്ചു കഴിഞ്ഞ് വല്ലതും പറഞ്ഞാൽ ഞാനും തിരിച്ച് വല്ലതും പറയും. എന്തിനങ്ങനെ ഒരു സംഭവത്തിന് പോകുന്നു? അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളേ ഉള്ളൂ. എനിക്ക് ലാലിനോടൊന്നും ലാലിപ്പം നമ്മളെ ഒത്തിരി സഹായിച്ചാണ്. ഈ അമ്മ ഈ പ്രൊഡ്യൂസേഴ്സ് അത് ഞാനവിടെ പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ എന്നെ ഒത്തിരി സഹായിച്ച ലാലാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് പൈസ ഒക്കെ നമുക്ക് ഇവിടുത്തെ ലോണായിട്ട് തരികയും ഒക്കെ ചെയ്തു. ഞങ്ങളെല്ലാം ഫുൾ പൈസ തിരിച്ചടയ്ക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ അമ്മയ്ക്കെതിരായിട്ടല്ല പറയുന്നത്. ഇവിടുത്തെ ചില താരങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്കകത്ത് എത്ര പേരുണ്ട്? ഉള്ള താരങ്ങളിൽ 19 പേർക്കേ ജോലിയുള്ളൂ, ബാക്കി ആർക്കും ജോലിയില്ല. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ അമ്മയ്ക്കെതിരെ പറയേണ്ട കാര്യമില്ല. അവരെ എല്ലാവരും കൂട്ടായിട്ടുള്ളൊരു ഇതല്ല. പക്ഷേ അതിൻ്റെ അത് ചില ആർട്ടിസ്റ്റിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ മാറ്റി അവർ കുറച്ചും കൂടെ തിരുത്തണം എന്നുള്ളത് നമുക്ക്. അല്ല, യുദ്ധം കൊണ്ട് അത് സാധിക്കുമോ? അല്ല, സാധിക്കുമെന്നുള്ള നമ്മൾ ഇതെങ്കിലും ചെയ്യണ്ടേ, നമ്മൾ ട്രൈ ചെയ്യണ്ടേ ഇത്. ഇവർ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആവുന്ന സാധല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ തിയേറ്ററുകാർ പറഞ്ഞത് എങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വന്നാൽ അവർ കളിക്കില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ അപ്പം നോക്കാം. അല്ല, അങ്ങനെ നമ്മളിപ്പോൾ ആരും വെല്ലുവിളിക്കുകയൊന്നുമല്ല. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോൾ ഇവർക്കൊക്കെ നമ്മളോട് ദേഷ്യമാണ്. അല്ല, ഇരുന്ന് ചിന്തിക്കട്ടെ, എത്ര പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുക്കുന്നെന്നുള്ളത്. അതല്ലേ നോക്കണ്ടേ? എത്രയോ പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്ത് വീടും വിറ്റ് ഭാര്യയുടെ താലിയും വിറ്റ് പോകുന്ന അവരെങ്കിലും അവർ കൺസിഡർ ചെയ്യണ്ടേ? മമ്മൂട്ടി വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചില്ല. അങ്ങനെ വലിയ അടുപ്പില്ല മോഹൻലാലിനോട്. തീർച്ചയായിട്ടും മമ്മൂക്കായിട്ട് ഭയങ്കര അടുപ്പം തന്നെ. ഇവരെ രണ്ടുപേരെയും ഞാൻ ഈ തിരുവനന്തപുരം സിറ്റി വഴി, മമ്മൂക്കയാണെങ്കിലും പണ്ട് മമ്മൂക്ക ഞാൻ സ്കൂട്ടറിൽ ഈ തിരുവനന്തപുരം സിറ്റി വഴി കൊണ്ടുനടന്നുകൊണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ നമ്മൾ പുള്ളിയുടെ ഒരു ശിങ്കിടി എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. മമ്മൂട്ടി ആവുന്നതിന് മുമ്പ് മമ്മൂക്കയുടെ വീട്ടിൽ പോയി എന്നെ താമസിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രൊഡ്യൂസറും താമസിച്ചു കാണില്ല. ഈ 2 കുട്ടികളെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണ്, ഈ ദുൽഖറിനെയും സുറുമിയെ. അപ്പോൾ അത്രയ്ക്ക് ബന്ധമാണ്. ഭാവിയായിട്ടൊക്കെ വലിയ ബന്ധമാണ്. ഈയിടെ ഞാൻ മോളുടെ കല്യാണത്തിന് പറയാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് സംസാരിച്ചിട്ട് എനിക്ക് അദ്ദേഹത്തിന് വലിയ ബഹുമാനമുള്ള ആളാണ്. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ പറയാതിരിക്കാൻ ഒക്കില്ല. നമുക്ക് പറയാനുള്ളത് പറയണം. അത് ഓരോരുത്തരുടെ മുഖം നോക്കി നമുക്ക് പറയാൻ ഒക്കില്ല. അയ്യോ, ഇയാൾക്കെന്ത് വിചാരിക്കും പറഞ്ഞല്ലേ പറ്റും. സിനിമാ താരങ്ങൾക്കിടയിൽ പിന്തുണച്ചവരുണ്ടോ? കൊള്ളാം, പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞവരുണ്ടോ? ഞാൻ ആരെയും വിളിക്കാനും പോയില്ല, ചോദിക്കാനും പോയില്ല. അങ്ങനെയൊന്നും ആരും പിന്തുണയ്ക്കുന്ന എനിക്ക് വിശ്വാസമില്ല. പിന്നെ ചില ഏതെങ്കിലും ചെറിയ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളവരാരെങ്കിലും നമ്മളെ പറഞ്ഞു. പൃഥ്വി അത് ഷെയർ ചെയ്ത് ട്രോളിയിട്ടുണ്ട്. അതായത് അവരൊക്കെ ചെയ്യട്ടെ. എനിക്കതിനോട് വിരോധമൊന്നുമില്ല. അവർ ചെയ്യാനുള്ള ചെയ്യട്ടെ. അവർക്കിപ്പോൾ അതല്ലേ ചെയ്യാനൊക്കും. പൃഥ്വി നിർമ്മാണത്തിലൂടെ ഉള്ള ആളാണല്ലോ. അതെ, അവരെല്ലാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പറാണ്. പക്ഷെ അതിൽ വരാറൊന്നുമില്ല. ഇല്ല, അവരൊന്നും ഇതിൻ്റെ അകത്തോട്ട് വരാറൊന്നുമില്ല, അങ്ങോട്ട് വരാറില്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, അവരെല്ലാം മെമ്പേഴ്സാണ്. അപ്പോൾ അവർക്കും കൂടെ ബാധകമാണ്. അവരുടെ അസോസിയേഷനാണ്, എൻ്റെ മാത്രമല്ലല്ലോ. അവരുടെ പ്രൊഡക്ഷൻ അവരുടെ പടത്തിനുള്ള പ്രൊഡക്ഷൻ. അതെ, അല്ലാതെ അല്ലേ, അവരതേ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അവരൊക്കെ ഒതുങ്ങിക്കൂടി മാറിയിരിക്കുന്ന പാർട്ടി. മലയാള സിനിമയിലെ ഒരു സിനിമയ്ക്ക് എത്ര വരെ വാസ്തവത്തിൽ ഒരു നല്ല സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ ഒക്കെയുള്ള ഒരു സിനിമയ്ക്ക് എത്ര വരെ മുടക്കാൻ പറ്റും വാസ്തവത്തിൽ? അതിൻ്റെ ഒരു കപ്പാസിറ്റി ഞാൻ പറയുന്നത്, ഇപ്പം മുടക്കി എടുക്കാം എന്ന് പറയുന്നത് 25 കോടി രൂപയ്ക്ക് ഇതുപോലത്തെ ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു കോസ്റ്റിലൊരു പടം ചെയ്യുകയാണെന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ട് പോരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ എത്ര ഇതിപ്പം സാറ്റലൈറ്റ് അല്ല ഈ OTT ഒക്കെ എത്ര വരും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. പടം ഓടിയാൽ കിട്ടും, ഓടിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇവരുടെ ആണേ പോലും അതന്നെ കടക്കി അവർ വാലിബനൊന്നും കിട്ടിക്കാണത്തില്ല കാര്യമായിട്ട്. ഇല്ല, വലിയ ഇത് കണ്ടു. വാലിബൻ തിയേറ്ററിലും വലുതായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്തില്ല. അപ്പോൾ അതനുസരിച്ച് അവിടെ കുറേ നേരത്തെ വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് ചില പടങ്ങളൊക്കെ നേരത്തെ അവർ കച്ചവടം ചെയ്യും. ബെറോസും ഓടിയില്ലല്ലോ കാര്യമായിട്ട്, മോശമായിരുന്നു. ബെറോസ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ കുഴപ്പമുണ്ട്. കാരണം ബെറോസ് കുട്ടികളെ ആയിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത്, വലിയവരെ ആയിരുന്നില്ല ടാർഗറ്റ് ചെയ്യുന്നത്. അതിനെന്തോ മാർക്കറ്റിങ്ങിലെന്തോ വീഴ്ച പറ്റി. മാർക്കറ്റിങ്ങിന് വീഴ്ച പറ്റിയാണോ പടത്തിന് വീഴ്ച പറ്റിയാണോ? പടത്തിനുണ്ട്, എങ്കിലും വേറൊരു ലെവലിലെടുത്താൽ അങ്ങ് കണ്ടുപോകാമായിരുന്നു. അതെ, കുറച്ചും കൂടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കൂടെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു. ആ കുട്ടിയുടെ കുറച്ചും കൂടെ ഒരു ഇതെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ടെക്നിക്കൽ പെർഫെക്ഷനുള്ളൊരു പടമാണ്. എനിക്ക് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ?
എന്നൊക്കെ കേട്ടു. നിർമ്മാതാക്കളാലും മറ്റേ സംവിധായകരും അവർ സഹായിക്കാൻ വരുന്നവരൊക്കെ പലരും മാറുകയും വരികയും ഇങ്ങനെ ഞാൻ കേട്ടു. എനിക്കറിയത്തില്ല. ആൻ്റണിയുടെ ഒരു പ്രത്യേക താല്പര്യ സംരക്ഷണം കാരണം പലരുമായിട്ടും ഭിന്നത ഉണ്ടാവുകയും അതിൻ്റെ പെർഫെക്ഷനിൽ ഇവർ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആൻ്റണി അടുത്ത് ചോദിച്ചില്ല. പക്ഷേ പടം ടെക്നിക്കലി ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഫിലിം. അല്ല, അപ്പോൾ ഈ 100 കോടി മുടക്കുന്നു എന്നൊക്കെ പറയുന്നതോ? കളക്ഷൻ പോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ആൻഡോയുടെ പടം ആൻഡോ എന്നോട് പറഞ്ഞതും 100 കോടി തന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ആൻഡോ ഫണ്ട് അറേഞ്ച് ചെയ്യുവാണ്. അതെ അതെ, എനിക്ക് വന്ന് 20-25 കോടി വെച്ച് 3-4 പേരുടെ മേടിക്കുകയാണ്. അപ്പോൾ ഈ 100 കോടി മുടക്കി മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ട്. മലയാള സിനിമ അങ്ങനെ അത് മാത്രം കിട്ടുമോ? എല്ലാം കൂടെ കിട്ടും. അതിൻ്റെ കാര്യം എനിക്ക് എന്നെ സംബന്ധിച്ചോളം നമ്മളാണെങ്കിലും ആ 10 പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഇനി 100 കോടി മുടക്കുക എന്ന് പറയുമ്പോൾ ഒരു 200 കോടി കിട്ടണ്ടേ? അതല്ല, 150 കിട്ടണ്ടേ? കാരണം അല്ല മറ്റേ ടാക്സും കിക്സും എല്ലാം പോകണ്ടേ? 100 കോടി ചിലവ് പോകണം, പ്ലസ് ഇതിൻ്റെ ടാക്സും കിട്ടുന്നതിൻ്റെ കളക്ഷൻ ടാക്സും തിയേറ്ററും എല്ലാം. വലിയ പടമാണ് ആൻഡോ ചെയ്യുന്ന വലിയൊരു പടമാണ്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും ഒക്കില്ല അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ചാണ്. ആൻഡോ ഇത്ര വലിയ ആദ്യം ചെയ്യുന്നു. വലിയ പടം ആദ്യമായിട്ട്. ആൻ്റണി പിന്നെ അറബിക്കടൽ അത് ചെയ്തിട്ടുണ്ട്, പിന്നെ മഴ ലൂസിഫർ ചെയ്തു, ഇപ്പോൾ എമ്പുരാൻ വലിയ പടം. എമ്പുരാൻ അതെങ്ങനെയാണ് ആ വിവാദം ഉണ്ടായി? 150 അത് അനാവശ്യ ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്നും അതിൻ്റെ അകത്തൊരു ചെറിയൊരു തന്നെ ഞാനത് അയാളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയേണ്ടിയിരുന്നു. ഞാൻ ചോദിക്കാതെ ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്തു. വേറൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വലിയ ഇത് പറഞ്ഞു. ഇൻഫർമേഷൻ ആരെങ്കിലും പറഞ്ഞാണോ? ആൻ്റണി എന്നെ വിളിച്ചു പറഞ്ഞു. ആൻ്റണി എന്നെ വിളിച്ചു. ആൻ്റണി പറഞ്ഞു ഇങ്ങനെ വളരെ മോശമായി പോയി സാർ, ഇങ്ങനെ പറയാൻ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇത്രയും ചിലവായി എന്നുള്ളത് ആൻ്റണി തന്നെ പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ അത് വിളിച്ചു പറഞ്ഞ പൃഥ്വിരാജ് ഭയങ്കര എന്തോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട, കുഴപ്പമില്ല, ഞാൻ അത് വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ മാറ്റി. എന്നുവെച്ചാൽ അത്രയും കോസ്റ്റ് വരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പൃഥ്വിരാജിന് അതൊരു മോശമായിട്ട് തോന്നിക്കാണും. എന്ന് വെച്ചാൽ ഇത്രയും പുള്ളി ചെയ്ത പടം ഇത്രയും കോസ്റ്റ് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് മോശമല്ലേ? മാത്രമല്ല സിനിമയുടെ കളക്ഷൻ അതിന് മേളിൽ വരണമല്ലോ. അതെ അല്ല, അപ്പോൾ അത് എനിക്ക് പറ്റിയൊരു നാവിൻപുഴ ഞാനപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് തിരുത്തി. പിന്നെ അതെടുത്തിട്ട് എന്തിനെന്ന് എനിക്കറിഞ്ഞൂടാ. പുള്ളിക്ക് ആരും അവകാശം കൊടുത്തു എന്നും പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. എനിക്കാരും അവകാശം തരേണ്ട കാര്യമില്ല. എനിക്ക് സിനിമയിലൊന്ന് പറയണമെങ്കിൽ ആരുടെ അവകാശം എനിക്ക് ആവശ്യമില്ല. ഒരു പടത്തിൻ്റെ കോസ്റ്റ് ഇത്രയെന്ന് പറയുന്നതിന് അവകാശമൊന്നുമില്ല. അത് ആർക്കെങ്കിലും പറയാൻ നിഷേധിക്കാം. ആൻ്റണി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ച് പറഞ്ഞ് അപ്പം മാറ്റിയത്. അല്ലെ മാറ്റേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ച് പറഞ്ഞപ്പം മാറ്റി. പിന്നെ അത് തന്നെ എടുത്തിട്ടുകൊണ്ട് വരുന്നത് വെറുതെ എന്തോ ഒരു വിവാദം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ആൻ്റണി അല്ല, ആൻ്റണിയുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. താരങ്ങൾ ഇവിടുത്തെ ആരൊക്കെയോ താരങ്ങളാണ് ഇവർ നിന്നുകൊണ്ട് പുഷ് ചെയ്ത് ഇത് നമുക്കെതിരെ പറയിപ്പിക്കുന്നത്. അല്ലാതെ കുഴപ്പമൊന്നും എനിക്കതിനൊരു വിഷയമൊന്നുമില്ല, വിഷമവുമില്ല. ഇത്രയും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് പിന്നീട് വന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? വെളിയെ ഒന്ന് പറയുകയും പിന്നീട് കാണുമ്പോൾ വിട്ടുകൾ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആൻ്റണിയെ ഞാൻ കാണുന്നത് എത്രയോ നാളെ. ആൻ്റണി അങ്ങനെ ഒരു മോശക്കാരനൊന്നുമായിട്ട് ഞാനിപ്പോഴും കാണുന്നില്ല. എനിക്കെതിരെ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് എത്രയോ പോസ്റ്റ് ആർക്കൊക്കെ അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞു, അത് ഇട്ടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഓരോരുത്തരും അത് വിവാദമാക്കാൻ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതെ അതാണ് അത് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതൊന്നും എനിക്കൊരു വിഷയമല്ല. അത് അവർ ചെയ്തോട്ടെ. അവർ അങ്ങനെ ഷെയർ ചെയ്തെന്നും പറഞ്ഞ് ഞാൻ ഭയക്കുകയില്ല, പേടിയില്ല. മോഹൻലാലോട് ഫോണിൽ സംസാരിക്കേണ്ടതായിരുന്നു, എന്തായിരുന്നു കേൾക്കായിരുന്നു. നീ കാണുമല്ലോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുക സംസാരിക്കുകയോ ചെയ്യും. എനിക്ക് അങ്ങനെ നമുക്ക് നമ്മളെ വിളിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവരോടൊക്കെ നമുക്ക് ബഹുമാനമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കുമോ? നേരെ ഇവരെ ഒക്കെ പൊക്കി പറഞ്ഞ് ഇവരുടെ നിന്ന് വല്ലതും കൂടെ നിന്ന് വല്ലതും ഉണ്ടാക്കുക എന്നുള്ളതല്ലേ നോക്കത്തുള്ളൂ. ഞാനങ്ങനല്ല. എനിക്ക് ഈ ഇൻഡസ്ട്രി ഇത്രയും കഷ്ടപ്പെട്ട് എത്രയോ പ്രൊഡ്യൂസർമാരുടെ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അല്ല, ഇത് ഈ പ്രൊഡ്യൂസർമാർ കുഴിയിൽ വീഴാതിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ് 200 സിനിമ എടുത്തിട്ട് 176 സിനിമയും പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. ഈ പ്രൊഡ്യൂസർമാർ കുഴിയിൽ വീഴാതിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ ഇങ്ങനെ? നമുക്ക് ഇവർ വരുമ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് ഫിലിം ചേംബറിൽ ഇവരെയൊക്കെ എല്ലാ ബുധനാഴ്ചയും വെച്ചിട്ടുണ്ട്. ഇവരുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ നടത്തും. ഇതാണോ ശരി, എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ഇത് ബിസിനസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യാനൊക്കെ എടുക്കണ്ടെന്ന് പറയാനൊക്കെ. ഇടയ്ക്ക് ഞങ്ങളിത് നിരുത്സാഹപ്പെടുത്തിയപ്പം അവിടെ പ്രൊഡ്യൂസർമാരിരുന്നുകൊണ്ട് സിനിമ എടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം. ഇപ്പം ഞങ്ങളങ്ങനെ പറയാറില്ല. ആർക്ക് വേണോ എടുക്കാം, ആർക്കും സിനിമ എടുക്കാം.
അതുകൊണ്ട് നമ്മളത് പറയേണ്ട കാര്യമില്ല, ഒരാളെ തടുക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ അയാൾക്ക് ചോദിക്കാം, സാറേ എന്തുവാണ് ഇതൊന്ന് ശരിയാണോ എന്ന് ആരും ചോദിക്കാറില്ല, അതൊട്ട് നമ്മൾ പറയാറില്ല. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ് ഒരു സിനിമ എടുക്കണം, അങ്ങനെയാണോ? 2 സിനിമ എടുക്കണം. 2 സിനിമ ആദ്യം വരുന്ന ഒരാൾക്ക് നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ? സിനിമ എടുക്കാത്ത ഒരാൾ, ഇപ്പം ഞാൻ സിനിമ എടുക്കാൻ തീരുമാനിച്ചു വന്ന് എപ്പോൾ വേണോ വരാമല്ലോ, വന്ന് ചോദിക്കാമല്ലോ, എന്താണ് സാർ ഇങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം, ഇത് കൂടുതലാണോ കുറവാണോ എന്താണ് ചോദിക്കാമല്ലോ. അതാരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ എന്നും നിന്റെ മൊയ്തീൻ്റെ പശ്ചാത്തലം എനിക്കറിയാവുന്ന ഓടിയ പടമാണ്. അതെ, അമേരിക്കയിലുള്ള ഒരാളായിരുന്നു സിനിമയുടെ ആദ്യത്തെ നിർമ്മാതാവ് വന്നത്. പിന്നീട് പലരെയും ചേർത്താണ് കൊണ്ടുപോയത്. അതിൻ്റെ അന്ന് ആ സിനിമയ്ക്ക് വേണ്ടി ദൂർത്തും അതിൻ്റെ ചെലവും അയാൾ അനുഭവിച്ചതും കടം മേടിച്ചതും മറ്റുള്ളവരെ കൊണ്ടുവന്നതും ആ യുദ്ധം എനിക്കറിയാം. കാരണം ഞാൻ താമസിക്കുന്ന കോളനിയാണ്, അയാളുടെ വീട് ഇവിടെയാണ്, അമേരിക്കയിലാണ്, നാട്ടിൽ ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. അന്നാണ് ഞാൻ ഈ സിനിമയുടെ പിന്നിലെ ലാഭത്തിൽ ഓടുന്നൊരു സിനിമയുടെ പിന്നിൽ പോലും പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ ഒന്ന് എന്നതിനെ വൈദ്യം വന്നപ്പോഴാണ്. കാരണം പിന്നീട് ചില പ്രൊഡ്യൂസേഴ്സ് വരും, ആദ്യത്തെ ഘട്ടമെല്ലാം കഴിഞ്ഞ് സിനിമയ്ക്ക് സ്വീകാര്യത പിന്നീട് ചിലർ വരിക. അപ്പം അവർക്കായി പ്രാധാന്യം, ആദ്യം കാശ് മുടക്കിയവൻ കടവും മേടിച്ച് അതും മേടിച്ച്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. തുടങ്ങുന്ന ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങുമ്പം ഒരു എമൗണ്ട് പറയും, കുറച്ച് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടും, റിലീസിങ് വരുന്നത് അവിടുന്ന് പൈസ ഇവിടുന്ന് പൈസ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക്. ഇവർക്കെല്ലാം പ്രതിഫലം കിട്ടുന്നുണ്ട്. അതുണ്ട്, പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പടം റിലീസ് ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ അവർ ഓക്കെ, ഇടയ്ക്ക് നിർത്തിയാലും അവർക്ക് കുഴപ്പമില്ല, ആർക്കും അനുഭവിക്കുന്ന പ്രൊഡ്യൂസറാണ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫുൾ നഷ്ടം സഹിക്കുന്ന മുഴുവൻ പ്രൊഡ്യൂസറാണ്. എന്ത് തന്നെ വന്നാലും നഷ്ടം സഹിക്കുന്ന പ്രൊഡ്യൂസറാണ്. അപ്പം അങ്ങേരെ കൺസിഡർ ചെയ്യുന്നതേ ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറയുന്നുള്ളൂ. ഇവരുടെ റെമ്യൂണറേഷൻ ഇനി ഒന്ന് കുറച്ചിട്ട് നോക്ക്. ഇത് കച്ചവടം നടക്കുന്നില്ലല്ലോ. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളും കൂടെ നിങ്ങളുടെ റെമ്യൂണറേഷൻ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റിലൊരു ഇതെടുക്കുക, നഷ്ടം വന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യും, അത് ചെയ്താൽ മതി. മിനിമം നഷ്ടം അതേ നമ്മൾ പറയുന്നത്, അല്ലാതെ ഇവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് ക്രൂശിക്കണം എന്നല്ല ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അവർ ഷെയർ ചെയ്യേണ്ട, അവരുടെ പ്രതിഫലത്തിൽ അതെ അവരെ ഈ നഷ്ടം വന്ന സിനിമയിൽ നിന്ന് പ്രതിഫലം തീരെ കുറയ്ക്കും. പക്ഷെ അതവർ ചെയ്യത്തില്ല. അതാണ് നടക്കാത്തത്. മനസാക്ഷിയില്ലാത്ത ഇടപാടാണ്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇപ്പം ഞങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി സർക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ. അന്നും എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ജീവനക്കാർക്ക് കൃത്യ ശമ്പളം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതെ, കാരണം അവരിതും കൂടി ജീവിക്കുന്നില്ലേ. അതെ, നമുക്ക് പ്രതിസന്ധി ഉണ്ടാവും, നമ്മൾ അതിനെ അതിജീവിക്കും. പക്ഷേ ഞാൻ അത് ഉറപ്പ് വരുത്തിയിരുന്നു. പക്ഷെ ആ ഒരു തോന്നൽ ഇവർക്കില്ല, അല്ലേ? കാശ് മുടക്കുന്നവൻ്റെ ഇത് പോകട്ടെ, അതാണ് ഏറ്റവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് ഈ ചീത്ത മുഴുവൻ അല്ല, ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും തന്നെ ഒപ്പമല്ലേ ഈ നിലപാടിനോടൊപ്പം? 100% എല്ലാവരും ഒപ്പമാണ്. ഒരുപക്ഷെ ആന്റണി പോലും അങ്ങനെ ആയിരിക്കും. ആന്റണി പോലും ഒരു പക്ഷേ അനുകൂലമായിരിക്കും. എല്ലാവർക്കും അനുകൂലമാണ്. ഇനിയിപ്പോൾ ആന്റണി അനുകൂലമാണോ ഇല്ല എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ഒപ്പം തന്നെയാണ്. ഒന്നോ രണ്ടോ ഈ ഇവരുടെ കൂടെ ഒക്കെ തോളി കൈയിട്ടുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എളുപ്പം. അല്ലല്ല, തോളി കൈയിട്ടുകൊണ്ട് നടക്കുന്ന 2 പ്രൊഡ്യൂസറോട് ഞാൻ സംസാരിച്ചു. 2 പ്രൊഡ്യൂസേഴ്സ്, അവർ ഈ താരങ്ങളുടെ സ്വന്തമാണ്. പക്ഷേ അവർ ഞങ്ങൾ പരസ്യമായിട്ടൊന്നും പറയത്തില്ല, പക്ഷെ കറക്റ്റാണ്. ആ പാപഭാരം ഞങ്ങൾക്ക് വേണ്ട, പാപഭാരം നമ്മൾ ഏറ്റിരിക്കുന്നു. പക്ഷേ അതാണ് വേണ്ടത്, അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെ ക്രൂശിച്ചോട്ടെ. എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഇപ്പം ആടുജീവിതത്തിന് 190 കോടി കിട്ടി, അതൊക്കെ വെറുതെ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തോ ഞാൻ അതിൻ്റെ ഇത് കണക്ക് നോക്കിയിട്ടില്ല. ഇനിയാണ് നോക്കും. ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ കണക്ക് വിടും. അതാണ് ഇവർക്കൊക്കെ ദേഷ്യം, കണക്ക് വെളിവിടുന്നു. അപ്പം എന്ത് പറ്റും? ഈ പറയുന്ന വെളിയിൽ പറഞ്ഞുകൊണ്ട് നടക്കാനൊക്കില്ല ആർക്കും. ഡയറക്ടർക്കും പറഞ്ഞുകൊണ്ട് നടക്കാനൊക്കില്ല, അതിൽ അഭിനയിച്ച നടനും പറഞ്ഞുകൊണ്ട് നടക്കാൻ. അല്ലെങ്കിൽ തന്നെ അവർക്ക് പ്രശ്നമാണ്, ഇ.ഡി. വരും ഈ പറയുന്ന തള്ളു കേട്ടിട്ട്. പല സിനിമയുടെ പുറകെ ഇ.ഡി. വന്നിട്ടുണ്ട്. ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും കണക്ക് വെളി വരുന്ന എല്ലാ മാസവും ഇനി ഞങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ വെളി വരും. ഞാനും ലാലും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചാണ്. 1960 ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ വെറും പിള്ളേർ കളിയായിരുന്നു, ഒന്നും അറിഞ്ഞുകൂടാത്ത. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ സീരിയസ് ഫിലിം മേക്കേഴ്സിനെ കാണുന്നത്. ഞങ്ങളെല്ലാവരും 3rd ക്ലാസ്സിലാണ്. അന്ന് 38 രൂപയുള്ളൂ. എല്ലാവരും ഉണ്ട്. ഞാൻ, ലാലു, പ്രിയൻ എല്ലാം കൂടി, സ്വാമി സ്വാചിൽ ഞങ്ങൾ 4 പേരും കൂടെ ഒരു മുറിക്കകത്ത് കിടക്കുക. സുരേഷ് വരണ്ട എന്ന് വെച്ചാൽ പ്രിയൻ വരുന്നുണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചു എന്നെ വെട്ടി പ്രിയൻ കയറിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രിയൻ പാര വെച്ചതാണ്. അപ്പം ഞാൻ അതിൽ നിന്നില്ല. അവസാനം ഇവർ തമ്മിൽ പ്രൊഡക്ഷൻ തുടങ്ങി, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, അവസാനം അടിയായി.